ജസ്ന ചേച്ചിയെ അറിയില്ലേ? കണ്ണന്റെ ചിത്രങ്ങൾ വരച്ചും ഗുരുവായൂർ അമ്പലനടയിൽ വിലസിയും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുപോലെ വിനയായി മാറിയ ഈ ചേച്ചിയെ അറിയാത്ത കൂടുതൽ ആളുകളൊന്നും ഇപ്പോൾ ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. ചിലർ ഇവരെ ജസ്ന സലീം എന്നും വിളിക്കാറുണ്ട്. എന്നാൽ സലീം ഇവരെ ഒഴിവാക്കി പോയിട്ട് കാലം കുറെ ആയി എന്നാണ് കേട്ടുകേൾവി. സ്വന്തം മതവിലക്ക് ലംഘിച്ച് ചില വേളകളിൽ പരിഹസിച്ചും നിന്ദിച്ചും മോശവൽക്കരിച്ചും കഴിവിന്റെ പരമാവധി വഴിവിട്ട ജീവിതം നയിച്ചും സമൂഹത്തിൽ പലരും ഇഷ്ടപ്പെടാത്ത പ്രകൃതിയിലേക്ക് സ്വയം മാറിയ ജസ്ന സലീം ഇപ്പോൾ വലിയ ഊരാക്കുരുക്കിലാണ്. ഇനി മരിക്കുന്നത് വരെ തന്നെ ജീവിക്കുകയുള്ളൂ. എന്നാൽ മരിച്ചാലും ഇനിയൊരു ജീവിതമുണ്ട് എന്നുള്ള സത്യം ഇവർ ഇപ്പോഴും മനസ്സിലാക്കിയില്ല എന്നുള്ളത് വലിയ വിഷമമായി ഇന്നും നിലനിൽക്കുന്നു. നോക്കൂ മനുഷ്യരെ, നമ്മുടെ ഓരോ നിമിഷങ്ങളെയും അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. നിന്റെ കയ്യിൽ ആ ഗ്രന്ഥം നൽകപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും ഇതിൽ നിന്ന് വിട്ടുപോയില്ലല്ലോ എന്ന് നീ അത്ഭുതപ്പെടും. അന്ന് നിന്റെ വലതുവശത്തോടു കൂടിയാണ് നിനക്ക് ആ ഗ്രന്ഥം നൽകുന്നതെങ്കിൽ നീ എത്ര ഉത്തമൻ, വിജയം പ്രാപിച്ചവൻ. എന്നാൽ പിറകിലൂടെ നിന്റെ ഇടതുവശത്തേക്കാണ് അത് നൽകുന്നതെങ്കിൽ നിന്റെ അവസ്ഥ എത്ര പരിതാപകരം. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ജസ്ന സലീം എന്ന യുവതി, ജസ്ന ചേച്ചി ഇനിയില്ല. ഇനി അവർ ജീവിക്കുന്നതുവരെ മരിക്കുകയില്ല. ജീവിതം തീർന്നാൽ ഉടൻ മരിക്കുന്നതാണ്. കണ്ണൂരിലെ ഒരു ആശുപത്രിയിൽ പോയി ഒരു നഴ്സ് തെറ്റായ തരത്തിൽ ഇവരുടെ കാലിലേക്ക് ഒരു ഇഞ്ചക്ഷൻ പകർത്തി. വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും അവരത് കേൾക്കാതെ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ജസ്ന സലീമിൻ്റെ അവസ്ഥ അതീവ ഗുരുതരമാണ് എന്നാണ് ജസ്ന സലീമിൻ്റെ പ്രിയപ്പെട്ട ഏതോ ഒരു ചേട്ടനും പറയുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ചെയ്തു വെച്ച കർമ്മങ്ങളുടെ ഫലമായി വന്ന ഹലാക്ക് എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. പിന്നെ പല ആളുകൾ ചെയ്യുന്ന ഒരു ചെറിയ ഗുരുതരമായ തെറ്റിനെ കുറിച്ച് പറയാം. ഏതൊരു മതവിശ്വാസിയാണെങ്കിലും നമ്മൾ മനുഷ്യരാണ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ പലർക്കും കഴിയുന്നില്ല എന്ന കാര്യം. ഒരാൾ രോഗശയ്യയിലാകുമ്പോൾ ഒരിക്കലും അവരെ കുത്തുവാക്ക് പറയാനോ ഇകഴ്ത്താനോ ശപിക്കാനോ പാടില്ല എന്നുള്ളത് മനുഷ്യത്വമുള്ളവരുടെ അടയാളമാണ്. ജസ്ന സലീം ഇതുവരെ മരിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനു വേണ്ടിയാണ് എപ്പോഴാണ് മയ്യത്ത് നമസ്കാരം എന്നൊക്കെ ചോദിക്കുന്നത്? ഇത് വളരെ ഗുരുതരമായ തെറ്റാണ്. ഒരു പശ്ചാത്താപം, ഹൃദയം അറിഞ്ഞ ഒരു കണ്ണുനീർ, ഇത് മതി അള്ളാഹു നിങ്ങളെക്കാളും ഉയർന്ന പദവിയിലേക്ക് ജസ്ന സലീമിനെ മാറ്റിയെടുക്കാൻ. അവൻ പശ്ചാത്താപിക്കുന്നവരെ വളരെയേറെ ഇഷ്ടപ്പെടുന്നവനത്രേ. എന്നാലും ജസ്ന സലീമിനെ പലരും കുത്തുവാക്ക് പറയുന്നതിൽ പല കാരണങ്ങളുണ്ട്. പലരും ആശ്രയിക്കുന്ന അതല്ലെങ്കിൽ അതിയായി ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളെ പുച്ഛ മനോഭാവത്തോടു കൂടി കാണുന്നത് പലരും ഇവരോടുള്ള വെറുപ്പിന് കാരണമായി. ജസ്ന സലീം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മാത്രമല്ല, നമ്മളും. ഓരോ നിമിഷവും ഓരോ മനുഷ്യനും മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയില്ലേ? നമസ്കാരം. എപ്പോഴാന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാ ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിന് മാത്രമൊക്കെ എന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്തിനാണ് എന്നുള്ളതും അറിയാത്തൊരു സംഭവമാണേ.